അഭിലാഷിന് ചോദ്യം ശരിയില്ലോട്ട് സ്വാഗതം. ഒരു കോട്ടിട്ട ജഡ്ജിയുടെ മുന്നിൽ ഇരിക്കുന്നത് അനുഭവം എങ്ങനെയാണ്? ഞാൻ കുറേ കാലം കോട്ടിടുമായിരുന്നു. ഇപ്പോൾ വളരെ അപൂർവമായിട്ടേ കോട്ടിടാറുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ഏതെങ്കിലും സെമിനാറിനൊക്കെ പോയി കഴിഞ്ഞാൽ കോട്ടിട്ട ജഡ്ജിമാർ, പണ്ട് 9 മണിക്കായിരുന്നു പ്രൈം ടൈം, 9 മണി ജഡ്ജിമാർ എന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കാറുണ്ട്. നൈസ്. ഈ കൂണ് പോലെ മുളച്ചു വരുന്ന സോഷ്യൽ മീഡിയ ജേർണലിസം കാണുന്നുണ്ടല്ലോ, എന്താണ് ഇങ്ങനെ ഈ ട്രെൻഡിനെ പറ്റിയുള്ളൊരു അഭിപ്രായം? ഇതിൽ 2 വശങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു ജനാധിപത്യവൽക്കരണമാണ്. മുൻകാലങ്ങളിൽ ഈ വലിയ പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് എന്ന് പറഞ്ഞാൽ വലിയ മണി ബാക്കിംഗ് ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ബ്രോഡ്കാസ്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോഴും അങ്ങനെ കഴിയൂ. പക്ഷേ ഈ ഡിജിറ്റൽ വിപ്ലവത്തോടു കൂടി യൂട്യൂബ് ചാനലുകൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ചാനലുകൾ, ഈ നിലയ്ക്ക് ഒരുപാട് ചാനലുകൾ വന്നു. മുമ്പ് കുത്തകയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതിന് നേർവിപരീതമായിട്ടുള്ളൊരു ജനാധിപത്യവൽക്കരണം വന്നു. അപ്പോൾ ശരിക്കും നല്ല താല്പര്യമുള്ള, പാഷനുള്ള ഒരാൾക്ക് ഒരു ജേർണലിസം വെഞ്ചർ ആരുടെയും സപ്പോർട്ടില്ലാതെ തുടങ്ങാം. എന്ന് മാത്രമല്ല, ഇൻഡിപെൻഡൻറ്റ് ജേർണലിസത്തിന് അതിന് വലിയ സാധ്യതയുണ്ട്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടെലിവിഷൻ ജേർണലിസ്റ്റുകളൊക്കെ രവീഷ് കുമാർ തുടങ്ങി. രവീഷ് കുമാറുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി 2 ദിവസം കൊണ്ടാണ് മില്യണിലേക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നത്. അത് അയാളുടെ ഒരു വലിയ ക്രെഡിബിലിറ്റിയുടെ ഉദാഹരണം കൂടിയാണ്. എന്ന് പറഞ്ഞതുപോലെ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റിന് അത് നൽകുന്ന സാധ്യതകൾ വളരെ വളരെ വലുതാണ്. ഇപ്പോൾ ബർക്കാദത്തിന് മോജോ സ്റ്റോറീസ് ഉണ്ട്. അങ്ങനെ ജേർണലിസം പാഷനായി കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഇല്ലാതെ, വലിയ ഫണ്ടിങ് ഇല്ലാതെ തുടങ്ങാൻ കഴിയുന്ന ഒരു സംരംഭമാണ്. അയാളുടെ പാഷന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വലിയ ജനാധിപത്യവൽക്കരണം നമ്മുടെ മീഡിയ ഇക്കോസിസ്റ്റത്തിൽ സംഭവിച്ചതാണ് ഇത്. അതാണ് ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, ഇതുകൊണ്ട് ആർക്കും എന്തും പറയാം എന്നുള്ളൊരു സെനാരിയോ ഉണ്ട്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രൊഫഷനാണ്. ആ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ആൾ അക്കൗണ്ടബിൾ ആയിട്ടുള്ള, പൊതുസമൂഹത്തോടും നിയമവ്യവസ്ഥയോടും അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കൂണ് പോലെ മുടച്ചു മോതുന്ന ചാനലുകളിൽ ഇരുന്ന് എന്തും പറയാം എന്നൊരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ നമുക്കിതിനെ നമുക്ക് എല്ലാത്തിനും പല ഷെയ്ഡ്സ് ഉണ്ടല്ലോ. ഇതിനെ നല്ലതെന്നോ മോശമെന്നോ, അങ്ങനെ നല്ലത് മോശം എന്ന ദ്വന്ദ്വത്തിൽ മാത്രം കാണാൻ കഴിയുന്ന കാര്യമല്ല. ഇതിന് തീർച്ചയായിട്ടും ഒരു നല്ല വശമുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ജേർണലിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന നല്ലൊരു വശമുണ്ട്. അതേസമയം തന്നെ ആർക്കും എന്തും പറയാം, എന്ത് അപകീർത്തികരമായ കാര്യവും പറയാം എന്നുള്ള നിലയിൽ നമ്മുടെ മീഡിയ എക്കോസിസ്റ്റത്തെ മലീമസമാക്കുന്നു എന്ന രണ്ടാമത്തെ വശമുണ്ട്. നമ്മളിതിനെ സമതുലിതമായിട്ടേ കാണാൻ പറ്റൂ. ഈ ജനാധിപത്യവൽക്കരണത്തോടൊപ്പം തന്നെ ഇക്കോ ചേമ്പേഴ്സ് ഉണ്ടാക്കുന്ന അതും ഒരു നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അത് ഇപ്പം ടെലിവിഷൻ ചർച്ചകളെക്കുറിച്ച് തന്നെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനൽ ചർച്ചകളെക്കുറിച്ച് തന്നെ എക്കോ ചേംബർ എന്നുള്ള വിമർശനമുണ്ട്. നമ്മൾ പറയുന്നത് മാത്രം പ്രതിധ്വനിച്ച് കേൾക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലുകൾ നല്ല കോഴ്സിനും ഉണ്ട്, മോശം കോഴ്സിനും ഉണ്ട്. ഇപ്പോൾ നമുക്ക് സമൂഹത്തിൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മലയാളത്തിലെ പല മാധ്യമങ്ങൾക്കെതിരെ, ഞാൻ പറയുന്നത് നവമാധ്യമ സംഭവങ്ങൾക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം സമൂഹത്തിൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നു, ധ്രുവീകരണം ഉണ്ടാക്കുന്നു, വർഗീയത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു സാഹചര്യം കണ്ട, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മുഖ്യധാര എന്ന് പറയുന്ന മെയിൻ സ്ട്രീം ഇന്ത്യൻ മീഡിയ ഭരണപക്ഷത്തോടൊപ്പം നിന്നപ്പോൾ ആ ഭരണപക്ഷത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിധത്തിൽ വന്നതൊരു ധ്രുവ്രാത്തി, അതല്ലെങ്കിൽ ഒരു രവീഷ് കുമാർ, അല്ലെങ്കിൽ ആ മോഡലിലുള്ള ഹിന്ദിയിലുള്ള ചാനലുകൾ ആണ് എന്നുള്ളത് അതിൻ്റെ ഒരു മറുവശമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്, ഇതിനെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് അടച്ചിതിനെ മോശമെന്നോ ഏറ്റവും മികച്ചത് എന്തോ അങ്ങനെ 2 ദ്വന്ദ്ങ്ങളിൽ ഇത് പെടുത്താൻ പറ്റില്ല. ടെലിവിഷൻ ചർച്ചകളിൽ വരുന്ന ആളുകൾ ഇപ്പോൾ പലതരം നിരീക്ഷകരുണ്ടല്ലോ, അപ്പോൾ അതും തമാശയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ബഹുമാനം തോന്നിയ നിരീക്ഷകരുണ്ടോ? അങ്ങനെ ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്, ചില വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രതിനിധികളെ അയക്കാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് നിരീക്ഷകരെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ BJP ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ CPM ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എങ്കിലും അവരുടെ വേർഷൻ പറയുന്ന ആൾ, പക്ഷെ അവർ പാർട്ടിയുടെ മെമ്പർ അല്ലാത്ത കാരണം നമുക്ക് ഇന്ന പാർട്ടി എന്ന് വെക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, പാർട്ടി അവരെ അങ്ങനെ സംസാരിക്കാൻ ഓതറൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ CPMൻ്റെ വേർഷൻ പറയുന്ന ഒരാളെ CPM എന്ന് എഴുതി കാണിക്കാൻ പറ്റില്ല, BJPയുടെ വേർഷൻ പറയുന്ന ഒരാളെ BJP എന്ന് എഴുതി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിരീക്ഷകർ എന്ന നിലയിൽ അവർ വരുന്നു. അപ്പോൾ നമുക്ക് ചർച്ചയിൽ എല്ലാ വശങ്ങളും വേണമല്ലോ, എല്ലാ വശങ്ങളും ഒരു ചർച്ചയിൽ വരണം. അപ്പോൾ നമുക്ക് ഈ വശം അവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ചർച്ചയുടെ ഒരു പൂർണ്ണത ഉണ്ടാവില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും നിരീക്ഷകർ വരുന്നത്. വെറുതെ ഒന്ന് നിരീക്ഷിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു പെർസ്പെക്റ്റീവ്, അതായത് നമുക്ക് ഏത് പെർസ്പെക്റ്റീവ് ആണോ ഇല്ലാത്തത് ആ പെർസ്പെക്റ്റീവിനെ ഒരു തരത്തിൽ പ്രതിനിധാനം ചെയ്യാൻ, അവരെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നിരീക്ഷകരെ വിളിക്കുന്നത്. പക്ഷേ ഈ ഫോർമാറ്റിൽ നിരീക്ഷകർ മാറി ഇപ്പോൾ ഈ ആങ്കേഴ്സ് തന്നെ
നിരീക്ഷകരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ കാണുന്നുണ്ട്. ഉണ്ട്. അപ്പം അതൊക്കെ ഒരു വ്യൂസിന്റെ ഡിവേഴ്സിഫിക്കേഷന് സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ റിപ്പോർട്ടറാണ് എനിക്ക് തോന്നുന്ന ഒരു അങ്ങനെ ഒരു അതിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരും ഒക്കെ ഇത് മറ്റ് ചാനലുകൾ ഇത് പരീക്ഷിക്കാൻ ആലോചിക്കുന്നുണ്ടാവോ? ഈ ഫോർമാറ്റിലുള്ള പ്രോഗ്രാമിൻ്റെ തുടക്കം മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ഞാൻ ഒക്കെ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ആണ് ഔട്ട് ഓഫ് ഫോക്കസ് തുടങ്ങുന്നത്. അത് ഈ റിപ്പോർട്ടറിലെ ഇപ്പോഴത്തെ മീറ്റ് ദ എഡിറ്റേഴ്സിൻ്റെ അതേ ഫോർമാറ്റിലല്ല. അത് ഇപ്പോൾ പറഞ്ഞത് ഓരോ പക്ഷം പിടിക്കുന്നു എന്നുള്ളതല്ലേ. മറ്റേതങ്ങനെ പക്ഷം പിടിക്കുന്നതല്ല, നിരീക്ഷണം. ആ നിരീക്ഷണത്തിൽ ഇപ്പോൾ 3 ജേർണലിസ്റ്റുകളുണ്ടെങ്കിൽ 3 ജേർണലിസ്റ്റുകളുടെ നിരീക്ഷണം ചിലപ്പോൾ വ്യത്യസ്തമാവാം, ചിലപ്പം ഒരുപോലെ ആവാം. ജേർണലിസ്റ്റുകളുടെ നിരീക്ഷണം എന്നുള്ള നിലയിൽ മറ്റേത് വന്നപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക ഒരു പക്ഷത്തിൻ്റെ ഭാഷ്യം പറയുക എന്നുള്ള നിലയ്ക്കുള്ള നിരീക്ഷണം. ഇപ്പോൾ കൂടുതൽ ചാനലുകൾ ആ ഫോർമാറ്റിലുള്ള ഏറിയോ കുറഞ്ഞോ അതിനോട് സാദൃശ്യമുള്ള പ്രോഗ്രാമുകൾ വരാറുണ്ട്. ഈ നിരീക്ഷകരുടെ ജോലി കളയുന്ന അല്ല, നിരീക്ഷകരുടെ ജോലി കളയാതെ അതൊരു ജോലിയല്ലല്ലോ. അഭിലാഷിൻ്റെ റിപ്പോർട്ടിങ്ങിൽ തന്നെ വ്യത്യാസങ്ങളും ശ്രദ്ധിക്കാൻ പറ്റും. അതായത് ഒരു കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ എന്നൊക്കെ പലരും ആരോപിച്ച ഇപ്പോൾ മാതൃഭൂമിയിൽ വന്ന് ഇപ്പോൾ അടുത്ത വഖഫുമായിട്ട് ബന്ധപ്പെട്ട് സംഖ്യാരോപണം വരെ കേട്ടു. അങ്ങനെ തുടങ്ങിയ ഒരാൾ ഇങ്ങനെ ആയി എന്നും അങ്ങനെ എന്തെങ്കിലും മാനസികമായ ഒരു വിഷമം തോന്നി അങ്ങനെയൊക്കെ വിളി കേട്ടപ്പോൾ? അങ്ങനെയല്ല. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലൂസിഫർ സിനിമയിൽ ഇന്ദ്രജിത്ത് പറയുന്നില്ലേ, ഇവിടെ മനുഷ്യരല്ല സംഘികളും കൊങ്ങികളും കമ്മികളും സുഡാപ്പികളുമാണുള്ളത് എന്ന ഒരു പുള്ളിയുടെ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ സീരിയൽ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ സമൂഹത്തിന് അവർക്ക് സമൂഹത്തിലിപ്പോൾ നമുക്ക് ആസ് എ ഹോൾ സൊസൈറ്റി എന്നുള്ള നിലയിൽ എടുക്കാം. അതല്ലാതെ ഒപ്പീനിയൻ ലീഡേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്നവരും പാർട്ടികളുടെ സൈബർ പോരാളികളും ഒക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഹിതകരമല്ലാത്ത അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല പേരുകൾ ചാപ്പുകുത്തും, പല പേരുകൾ വിളിക്കും. ഒരു ദിവസം എന്താ പറയുക ഇന്ന ഇപ്പോൾ കമ്മി എന്ന് വിളിച്ചാൽ അടുത്ത ദിവസം വേണമെങ്കിൽ കോൺഗ്രസ് എന്ന് വിളിക്കുക, അത്രേ ഉള്ളൂ. അത് ആ മൊമെൻറ്റിലെ ഉള്ളൊരു സംഗതിയാണ്. പക്ഷേ പൊതുജനം അതിനെ അങ്ങനെ കാര്യമായിട്ട് ഏതെങ്കിലും തരത്തിൽ എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ റിപ്പോർട്ടറിലുള്ള സമയത്ത് അപ്പം അന്ന് ഉമ്മൻചാണ്ടിയുടെ UDF-ൻ്റെ സർക്കാരാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ സർക്കാരിനെ വിമർശിക്കുന്ന പൊസിഷൻ എടുക്കും. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു നിലയായിരിക്കാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ. അതിനപ്പുറത്ത് ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളോ ചോദിക്കുന്ന ചോദ്യങ്ങളോ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ പല പേരുകൾ വിളിക്കും എന്നുള്ളതിന് കവിഞ്ഞ് അതിൽ വലിയ ഗൗരവമൊന്നുമില്ല. എന്ന് മാത്രമല്ല ഞാൻ സാധാരണ ജനങ്ങൾ അതിനെ അങ്ങനെയല്ല കാണുന്നത്. ഈവൻ പാർട്ടി പ്രവർത്തകരായ സാധാരണ ജനങ്ങൾ പോലും അങ്ങനെയല്ല കാണുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന നമ്മൾ നെയിം കോളിംഗ് എന്ന് പറയും. അത് നമ്മുടെ ഈ എന്താ പറയുക സംവാദത്തിലും പ്രൊപ്പഗാൻഡയിലും ഒക്കെയുള്ള ഒരു തന്ത്രമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കാര്യത്തെ എതിരിടാൻ മറ്റേ ഒരാൾക്കൊരു ചാപ്പ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്രാൻഡിങ്ങോ നെയിം കോളിങ്ങോ ആണ്. ഞാൻ അങ്ങനെയുള്ള നെയിം കോളിങ്ങിനെയൊന്നും ഒരു തരത്തിലും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ വഖഫിൽ തന്നെ ഞാൻ 4 ചർച്ച നടത്തി. അതിൽ 4ലും 4 ആരോപണമാണ്. ആരോപണമല്ല, ഈ പറഞ്ഞ പോലെ ഉള്ള അല്ല. അത് വളരെ വൈറലായ ചർച്ചയിൽ എനിക്ക് മനസ്സിലായത് ഒരാൾ ഇപ്പൊ ഈ മോഹൻലാലൊക്കെ 10 പേരെ ഇടിക്കുന്ന പോലെ ഒരാൾ 4 പേരെ ഇടിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ ഈ ചോദിക്കാൻ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മാറുന്ന ഇപ്പോൾ കഴിഞ്ഞൊരു അഭിലാഷ് വന്നു കഴിഞ്ഞൊരു 10-18 വർഷത്തെ റിപ്പോർട്ടേജിൽ ഈ മതമൗലികവാദത്തിൻ്റെ പല രൂപങ്ങളും ഭേദങ്ങളും പല ആളുകളും പ്ലേയേഴ്സും കാണുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് വലതുപക്ഷ ഇടതുപക്ഷ തീവ്രവാദങ്ങളെയും പല മതങ്ങളുടെ തീവ്രവാദത്തെയും അതിലെന്ത് വ്യത്യാസം വന്നു എന്നാണ്, അതായത് പൊതുജന അഭിപ്രായങ്ങളിൽ എന്ത് വ്യത്യാസം വന്നു എന്നാണ് കരുതുന്നത്? ഇപ്പോൾ വർഗീയത എല്ലാ കാലത്തും ഇവിടെ ഉണ്ട്. വർഗീയതയ്ക്ക് സവിശേഷമായ എന്തെങ്കിലും രൂപമാറ്റം സംഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതരം എക്കോ ചേമ്പറുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ഗ്രൂപ്പുകളുടെ അവരുടെ എന്താ പറയുക ആ നിലയിൽ അപ്പോൾ അവർ കുറച്ചുകൂടി എന്താ പറയുക വർഗീയത പറയാനുള്ള ഇടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തിനേയും വർഗീയവൽക്കരിക്കുക എന്നുള്ള ഒരു സാമാന്യമായ സമീപനമൊക്കെ അങ്ങനെ വന്നു ചേരുന്നതാണ്. അത് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇപ്പോൾ പണ്ട് മതിലിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഒക്കെ എഴുതാൻ പറ്റിയിരുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ വോളുകളിൽ എഴുതാം, എക്സിൽ എഴുതാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എഴുതാം. അങ്ങനെ ആളുകൾക്ക് എല്ലാവർക്കും പറയാനുള്ള അവസരം കിട്ടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ വർഗീയതയും കൂടി വരുന്നുണ്ട്. സമൂഹത്തിൽ നേരത്തെ തന്നെയുള്ള വർഗീയതയാണ്. ആ വർഗീയത എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അവന്യൂസ് ആയി എന്നുള്ള നിലയിൽ ഞാനതിനെ കാണുന്നുള്ളൂ. അല്ല സമൂഹത്തിൽ അങ്ങനെ വല്ലാതെ വർഗീയത കൂടി എന്ന് വിചാരിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിൽ ബഹുഭൂരിപക്ഷ ആളുകളും സെക്യുലറാണ് എന്ന് തന്നെയാണ്. സെക്യുലറിസത്തിന് ഒരു പരിധി വിട്ട് അതിൻ്റെ ന്യൂആൻസസ് മനസ്സിലാക്കാതെ ഉള്ള അറ്റാക്കുകൾ ഹിന്ദുത്വത്തിന് കുറച്ച് വളരാനൊരു അവസരം കിട്ടിയ മാതിരി തോന്നുന്നുണ്ടോ?
ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും അങ്ങനെ ഹിന്ദുത്വം ഒരു വലിയ തൃശ്ശൂരൊക്കെ ഒരു തൃശ്ശൂർ MP ജയിച്ചു, സ്വാഭാവികം. കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. കഴിഞ്ഞ തവണ മികച്ചൊരു പെർഫോമൻസ് നടത്തിയത്. പല ഘടകങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊളിറ്റിക്കലായ വശങ്ങൾക്കൊപ്പം മറ്റ് വശങ്ങൾ കൂടി അതിനകത്തുണ്ട്. സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പല ഘടകങ്ങളുണ്ട്. അത് ഞാനതിനങ്ങനെ വലിയ പൊളിറ്റിക്കൽ ഷിഫ്റ്റായിട്ടൊന്നും കാണുന്നില്ല. നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ കണക്കുകൾ കൂടി വന്നാലേ എത്രമാത്രം വലിയ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. ഇപ്പോൾ ഈ സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ചില സംഗതികളുണ്ട്. പ്രത്യേകിച്ച് ഈ ആഗോള സംഭവ വികാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടി ക്രിസ്ത്യൻ മുസ്ലിം ചേരിതിരിവൊക്കെ വരുന്നതിൻ്റെ ചില പ്രതിഫലനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണെങ്കിലും ഒരു പാരഡൈം ഷിഫ്റ്റാണ്. ഇവിടുത്തെ നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ ആകെ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ മീഡിയ ഒരു നേരത്തെ വ്യത്യസ്തമായി എക്കോ ചേമ്പേഴ്സ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായി മെയിൻ സ്ട്രീം ചാനലുകൾ പോലും കുറേയൊക്കെ ഡിജിറ്റലല്ല, നോൺ ഡിജിറ്റൽ TV ചാനലുകൾ പോലും കുറെ കൂടെ സ്വന്തം ഓഡിയൻസിന് തൃപ്തിപ്പെടുന്ന രീതിയിൽ ഉള്ള കണ്ടന്റ് ചെയ്യുകയും അതൊക്കെ മറ്റൊരു വ്യൂ പോയിന്റ് തീരെ ഇപ്പോൾ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ അനുകൂലിക്കുന്നവരോ ആയിട്ടുള്ള ചാനലുകൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം പറയുകയും സോഷ്യൽ മീഡിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചീത്ത ഈ സിറ്റുവേഷൻ TV-യിലും കൂടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഒന്ന്, ഈ പറഞ്ഞതിൽ കുറേ വസ്തുത ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോയൽ ഓഡിയൻസിനെ നിലനിർത്തുക എന്നൊരു സ്ട്രാറ്റജി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ട കണ്ടൻറ്റ് കൊടുക്കുക എന്ന സമീപനം സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ ലോയൽ ഓഡിയൻസ് കുറേ നേരം ഒരേ ടെലിവിഷൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ അവിടെ റേറ്റിംഗ് വൈസ് അതൊരു ഗുണപരമായ കാര്യമാണ്. ഈവൻ ശബരിമല കാലത്ത് ജനൻ TV റേറ്റിംഗിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഒരുപാട് അധികം വ്യൂവേഴ്സ് അവിടേക്ക് വന്നു എന്നുള്ളതല്ല, മറിച്ച് കൂടുതൽ സമയം കണ്ടുകൊണ്ടിരുന്ന ആളുകൾ കൂടുതൽ സമയം അത് കണ്ടു എന്നുള്ളതുകൊണ്ടാണ്. ഈ പറഞ്ഞതുപോലെ ഒരു ലോയൽറ്റി ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആ മാസിനെ ആരെയാണോ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ആ ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ ഉള്ള കണ്ടന്റ് കൊടുക്കുന്ന പ്രവണത ഉണ്ടാവുന്നുണ്ട്. ഞാനതിന് ഗുണപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നില്ല. ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു മലയാളി ശരിയായ വാർത്ത ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇന്ന് എന്ത് ചെയ്യണം? ഒന്ന്, സാധാരണ ജേർണലിസ്റ്റുകളോട് പറയുക ക്രോസ് ചെക്ക് എന്നാണ്. അപ്പോൾ വാർത്താ ഉപഭോക്താക്കളും അത് ചെയ്യേണ്ട ഒരു കാലമാണ്. കാരണം ഏത് സ്രോതസ്സിൽ നിന്നാണ് ഈ വാർത്ത, നിങ്ങൾ എവിടെയാണ് ഈ വാർത്ത കണ്ടത്? ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഫീഡിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഫീഡിൽ വന്ന കാര്യം ആര് പറഞ്ഞതാണ്, ഏത് ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാധ്യമ സ്ഥാപനത്തിൻ്റെ കണ്ടൻറ്റാണോ അതോ ആരെങ്കിലും പറഞ്ഞതാണോ? അപ്പോൾ ആ വാർത്തയെക്കുറിച്ച് ഒരു പരിശോധന സ്വയം നമ്മൾ മനനം ചെയ്യുക എന്ന് പറയില്ലേ, അത് ആവശ്യമുണ്ട്. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ലാതെ ഇവിടെ മാത്രമല്ല ആഗോള വ്യാപകമായിട്ട് തന്നെ അങ്ങനെയാണ്. എന്ന് മാത്രമല്ല വളരെ ആസൂത്രിതമായി നമ്മൾ ഡിസ്ഇൻഫർമേഷൻ എന്ന് പറയും, വളരെ ആസൂത്രിതമായി ഇങ്ങനെ ഒരു പ്രത്യേക മനോനില ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പടച്ചുവിടുന്ന ധാരാളം സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ വീണ് പോവാതിരിക്കുക, അതിന് വശംവദരാവാതിരിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ. അപ്പോൾ വാർത്ത കൺസ്യൂം ചെയ്യുന്ന ആളുകൾ ആ വാർത്തയെക്കുറിച്ചൊരു പഠനം അല്ലെങ്കിൽ ഒരു അവലോകനം, അതേക്കുറിച്ചൊരു തിങ്കിങ് നിശ്ചയമായി നടത്തണം എന്നുള്ളതാണ്. ഒരു കുറച്ച് ക്രെഡിബിൾ ആയിട്ടുള്ള ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യം എന്ന് പറയാം. എന്നാലും അഭിലാഷിൻ്റെ ചാനലല്ലാതെ സോഷ്യൽ മീഡിയയിലോ ഡിജിറ്റൽ മീഡിയയിലോ ഒക്കെ വളരെ റെപ്യൂട്ടഡ് ആയിട്ട് കാണുന്ന എന്തെങ്കിലും സോഴ്സസ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാര പത്രങ്ങൾ എന്ന് വിളിക്കാവുന്ന വലിയ പത്രങ്ങൾ, കാരണം പത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മീഡിയയുടെ എഡിറ്റർ എന്ന് പറയുന്നത് അയാൾ ആ പത്രത്തിൽ അല്ലെങ്കിൽ ആ മാധ്യമത്തിൽ വരുന്ന മുഴുവൻ കണ്ടൻറ്റിൻ്റെ ഉത്തരവാദിയാണല്ലോ, അവിടെ ഒരു ഉത്തരവാദി ഉണ്ട്. അപ്പോൾ ആ റെപ്യൂട്ടേഷൻ പ്രധാനമാണ്. ഇപ്പോൾ നമുക്ക് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പോലെ ദ ഹിന്ദു പോലെയുള്ള പത്രങ്ങൾ അവരുടെ ലെഗസി കാത്തു സൂക്ഷിക്കുന്ന മാധ്യമങ്ങളാണ്. അപ്പോൾ നമുക്ക് ടെലിവിഷൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ അങ്ങനെ പിന്നെയും കുറേയെങ്കിലും പറയാൻ കഴിയുന്നത് ഇന്ത്യ ടുഡേ ടെലിവിഷനെ മാത്രമാണ്. മുമ്പ് NDTV ഉണ്ടായിരുന്നു, പക്ഷേ NDTV ടേക്ക് ഓവറിന് ശേഷം നമുക്കങ്ങനെ പറയാൻ കഴിയുന്ന അവസ്ഥയിലില്ല. പക്ഷേ ജേർണലിസം ഇപ്പോൾ ധാരാളം ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റ്, ഞാൻ നേരത്തെ രവീഷ് കുമാറിൻ്റെ പേര് പറഞ്ഞു, പക്ഷേ പുതുതലമുറ മാധ്യമങ്ങളുടെ രൂപത്തിൽ ഇപ്പോൾ ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ദ വയർ പോലെ, ന്യൂസ് ലോണ്ടറി പോലെയൊക്കെയുള്ള മാധ്യമങ്ങളുടെ കാരവൻ പോലെയുള്ള നറേറ്റീവ് ജേർണലിസം പ്രൊമോട്ട് ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. ന്യൂ മീഡിയയിൽ തന്നെ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ദ ന്യൂസ് മിനിറ്റ് പോലെയുള്ള
സംരംഭങ്ങളുണ്ട്, ഹിന്ദിയിലും അത്തരം സംരംഭങ്ങളുണ്ട്, ഫാക്ട് ചെക്കിങ്ങിനും വേണ്ടി മാത്രമുള്ള മാധ്യമ സംരംഭങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെയുള്ള ധാരാളം എന്താ പറയുക മാധ്യമ സംവിധാനങ്ങളെയോ സംരംഭങ്ങളെയോ ഒക്കെ കിട്ടും. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ മിക്കവാറും ഒരു ഇടതുപക്ഷ ചായ്വുള്ള ചാനലുകളാണ്, അല്ലെങ്കിൽ എന്നാണ് എനിക്ക് തോന്നിയത്. ഇന്ത്യൻ എക്സ്പ്രസും അതുപോലെയുള്ള പത്രങ്ങളൊന്നും ഇടതുപക്ഷം മേ ബി സെൻട്രിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ വളരുന്ന ഇപ്പം ഒരു പൊതുവെ എന്തൊക്കെ പറഞ്ഞാലും ഹിന്ദുത്വം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മുഴുവൻ. കേരളത്തിലും ചെറിയ തോതിലെങ്കിലും ഇത് വളരുന്നുണ്ട്. അപ്പം ഇടതുപക്ഷ മാധ്യമങ്ങൾ ആ നറേറ്റീവിനെതിരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പരാജയപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ആക്യുറേറ്റ് ആയിരിക്കും. നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് 80% ഹിന്ദുക്കളുള്ള ഒരു രാജ്യമാണല്ലോ. ഒരു ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യം കൂടിയാണ്. വലുത് എന്നുള്ളത് ഞാൻ സൈസിൻ്റെ ജിയോഗ്രഫിക്കൽ സൈസ് അല്ല പറഞ്ഞത്, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ മെജോറിറ്റേറിയനിസത്തിന് ഒരു തരത്തിലുള്ള ഒരു ഹൈപ്പ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ അതിനെ സ്വാഭാവികമായി കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ. എന്നിട്ടും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിയിട്ടില്ലല്ലോ. ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ആയിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മീഡിയ അടക്കം പങ്കുവഹിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ഒരു മെജോറിറ്റേറിയൻ സ്റ്റേറ്റ് അല്ല, നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക്കാണ്, ഘടകമാണ് എന്ന ഘടകം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളോ അവരുടെ ഡിസ്കോഴ്സുകളോ പരാജയപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ എക്കോ ചേമ്പറുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത് പൊതുവെ വളരെ ഇമോഷണലായിട്ടുള്ള ഡിസ്കോഴ്സുകൾക്ക് നയിക്കുകയും അത് ഇമോഷണൽ ഡിസ്കോഴ്സുകൾ എപ്പോഴും ഒരു വലതുപക്ഷത്തിന് സഹായകരമായല്ല വരാറ്. അതൊരു ടാക്ടിക്സ് ആണ്. പല കാര്യങ്ങളെയും ആളുകൾ ഇമോഷണലായി കാണുന്നുണ്ട്. ഒബ്ജക്റ്റീവായി കാണേണ്ട കാര്യങ്ങളെ സബ്ജക്റ്റീവായി കാണുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടക്കുന്ന, നാഗ്പൂരിൽ നടക്കുന്ന പ്രശ്നം, ഛാവ എന്ന് പറയുന്ന സിനിമയിൽ ചില സീൻസ് സംഭാജിയെ ഇങ്ങനെയാണ്. അതൊരു ഫിക്ഷണലായിട്ടുള്ള സംഗതിയാണല്ലോ. സിനിമ കണ്ടിട്ടുണ്ടാവുന്ന ഇമോഷനാണ് ഈ എത്രയോ കാലമായി അവിടെ ഉള്ള 3 നൂറ്റാണ്ടായി 300 വർഷത്തിന് മുകളിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ശവകുടീരം പൊളിക്കാൻ ആളുകൾ ഇറങ്ങി എന്താ പറയുക റോട്ടിലേക്ക് വരാൻ സിനിമയാണ് കാരണമാവുന്നത്. അപ്പോൾ ഇമോഷനെ അപ്പീൽ ചെയ്തിട്ടാണ് നമ്മുടെ പല ഡിസ്കോഴ്സും നിൽക്കുന്നത്. ടെലിവിഷനിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ കേസിൽ CBI ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചു. റിയ ചക്രവർത്തി എന്ന് പറയുന്ന സിനിമാ നടിയെ എത്ര കാലം ഈ പറഞ്ഞ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും വിചാരണ ചെയ്ത് എന്തിനു വേണ്ടി? ആളുകൾ ആ സമയത്ത് ഈ പറഞ്ഞ ഇമോഷനെ അപ്പീൽ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് അതൊക്കെ. പലപ്പോഴും വസ്തുതയ്ക്ക് മുകളിൽ വളരെ സബ്ജക്റ്റീവായിട്ടുള്ള എലമെൻറ്റ്സ് പ്രതിഷ്ഠിക്കപ്പെടും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളത് അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നമാണ്. അതിനൊരു ഇത് പൊതുവെ എൻ്റെ വിചാരം മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യുന്നൊരു പ്രശ്നമായിരിക്കാൻ സാധ്യതയുണ്ട് ഇത്. അപ്പോൾ അതിലൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടോ? അല്ല, ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണമല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. നമുക്കിപ്പോൾ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ്സും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം അല്ല. അപ്പോൾ ധാരാളം കുഴപ്പങ്ങൾ അല്ലെങ്കിൽ മോശം പ്രവണതകൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്രമാത്രം അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും, എത്രമാത്രം അതിനെ ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റും, തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. അതിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് വിജയിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഒരു തരത്തിലും ഈ പറഞ്ഞ പോലെ ഇമോഷണൽ അപ്പീലില്ലാത്ത 100% ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു കണ്ടൻറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ എങ്ങനെ അതിജീവിക്കും? അതൊക്കെ ഒരു വെല്ലുവിളിയാണ്. ഈ മാധ്യമങ്ങൾ ഒരു ഹിന്ദുത്വ നറേറ്റീവിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ളതിൽ പരാജയപ്പെടുന്നു എന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. അത് ചിലതൊന്ന് എന്ന് പറഞ്ഞാൽ ഈ 80% ഹിന്ദുക്കൾ ആയൊരു രാജ്യത്ത് ഹിന്ദു സിമ്പിൾസിനെയും ബിംബങ്ങളെയും ദൈവങ്ങളെയും പൊതുവെ കുറച്ചും കൂടെ ലൈറ്റായിട്ട് കാണുകയും ക്രിസ്ത്യൻ മുസ്ലിം ബിംബങ്ങളെ കുറച്ചും കൂടെ ഒരു ഹോളി കൗ എന്ന നിലയിൽ കാണുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാക്കില്ലേ? നമ്മൾ നോക്കൂ, പരമ്പരാഗതമായി തന്നെ ഇപ്പോൾ കേരളം എടുക്കൂ. കേരളത്തിൽ ഞാനൊക്കെ ഏറ്റവും ചെറുപ്പത്തിൽ ടെലിവിഷൻ പോലും വരുന്നതിന് മുമ്പ് നമ്മൾ റേഡിയോയിൽ ശബരിമല മകരവിളക്കിൻ്റെ കമൻട്രി കേട്ടിട്ടുണ്ട്. അപ്പോൾ പബ്ലിക് ബ്രോഡ്കാസ്റ്റ് വഴി കേരളത്തിൽ അങ്ങനെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണുള്ളത്? ശബരിമല അല്ലാതെ ഒന്നുമില്ല. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല എങ്ങനെയാണ് കേരളത്തിൽ മാധ്യമങ്ങൾ കവർ ചെയ്യാറ്? അതല്ലെങ്കിൽ ഇപ്പോൾ വിഷു പോലെയുള്ള ഉത്സവങ്ങൾ കേരളത്തിൽ അങ്ങനെ ഹിന്ദു റിലീജിയസ് ഫെസ്റ്റിവലുകളെ
എന്താ പറയുക, ഞങ്ങൾ മീൻസ് മാധ്യമങ്ങളിൽ കാണിക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ അത് ആ തരത്തിൽ എടുക്കുന്നില്ലെന്നോ ഒന്നുമില്ല. പരമ്പരാഗതമായി തന്നെ ഇപ്പോഴും അത് പുതിയ കാര്യമൊന്നുമല്ല, അത് എല്ലാ കാലത്തും അങ്ങനെ എന്താ പറയുക, അത് സ്വാഭാവികമായും ജനങ്ങൾക്ക് കാണേണ്ട കാര്യങ്ങൾ അതിനെ ആ ബഹുമാനത്തോടെയോ അല്ലെങ്കിൽ എന്താണോ അതിനകത്തുള്ളത് ആ നിലയ്ക്ക് തന്നെയാണ് കൈകാര്യം ചെയ്യാറ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ BJP-ക്കാരുടെ ഒരു നറേറ്റീവാണ്, നിങ്ങളിവിടെ ഹിന്ദുക്കളെ അവഗണിക്കുന്നു, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള മറ്റുള്ള പ്രൊമോട്ട് ചെയ്യുന്നതല്ല, അല്ല അവരെ എന്താ പറയുക, അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ നമുക്ക് കേരളത്തിൽ അങ്ങനെ ഇപ്പോൾ ഒരു പള്ളി പെരുന്നാളോ ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു റിലീജിയസ് ഫെസ്റ്റിവലോ ആഘോഷിക്കപ്പെടുന്നത് പോലെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒരു പള്ളി പെരുന്നാളോ അല്ലെങ്കിൽ മുസ്ലിം ദേവാലയത്തിലെ അല്ലെങ്കിൽ മുസ്ലിം മതസ്ഥരുടെ എന്തെങ്കിലും കാര്യമോ ചെയ്യാറില്ല. അത് കറക്റ്റാണ്, അത് ശരിയാണ്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ, അതിപ്പോൾ പുതുതായിട്ടുള്ള കാര്യമല്ല, എത്രയോ കാലമായിട്ട് അങ്ങനെയാണ്. അതിനും ഈ ഹിന്ദുത്വവും തമ്മിലൊന്നും ബന്ധമൊന്നുമില്ല. കേരളത്തിൽ BJP-ക്ക് 5-6% വോട്ടുള്ളപ്പോഴും അതിൽ കുറവ് വോട്ടുള്ളപ്പോഴും ഒക്കെ അത് അതുപോലെ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഇമോഷണൽ അപ്പീൽ ഭയങ്കരമാണല്ലോ. വസ്തുതാപരമായിട്ട് നോക്കിയാൽ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പം രാമൻ ദൈവമല്ല എന്നൊക്കെ ആർക്കും പറയാം. ഞങ്ങളുടെ ചാനലിൽ തന്നെ ഞങ്ങൾ കുറച്ച് മുമ്പ് ഒരിക്കൽ യേശു ക്രിസ്തു ചരിത്ര വസ്തുതയല്ല എന്ന് പറഞ്ഞതിന് നമുക്കും ഇഷ്ടംപോലെ കിട്ടി. ഇതൊക്കെ സാധാരണ അങ്ങനെ ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഏതെങ്കിലും ഒരു കുറച്ചും കൂടെ ലൈറ്റായിട്ട് രാമൻ ദൈവമല്ല എന്ന് പറയാൻ അങ്ങനെ അത്രയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പം ഞാൻ ഇങ്ങനെ വിശ്വാസങ്ങളുള്ള ആളോ ഏതെങ്കിലും ഒരു വിശ്വാസമുള്ള ഒരാളല്ല. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കുറച്ചും കൂടെ സോഫ്റ്റായിട്ട്, ഇപ്പോൾ പൊതുവെ ഒരു സാധാരണ സവർണ ഹിന്ദുക്കൾ ചിന്തിക്കുന്നത് നമ്മളെന്തും പറയാൻ കുഴപ്പമില്ല, മറ്റെവിടെ പറഞ്ഞു നോക്ക്, നമ്മൾ കമൻറ്റുകളും കാണുന്നതാണ് കണ്ടത്. ഇത് ഒരു BJP പറയുന്ന കാര്യം മാത്രമല്ല, അത് ഒരുപക്ഷെ അങ്ങനെ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തൊരു നറേറ്റീവ് ആയിരിക്കും. പക്ഷേ ഇത് ജനമനസ്സുകളിൽ കുറേയൊക്കെ ഒരു വിശ്വസിക്കുന്ന ഒരു കാര്യമായി മാറിക്കഴിഞ്ഞത്. അല്ല, അന്ന് ഒന്നാമത് ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാധ്യമങ്ങളിൽ, ഇപ്പോൾ കേരളത്തിലെ പത്രങ്ങളെടുക്കൂ, ടെലിവിഷനിലെടുക്കൂ, ഏതെങ്കിലും മതത്തിൻ്റെ ദൈവം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെയുള്ള ചർച്ച നടക്കാറില്ലല്ലോ. പിന്നെ നോക്കൂ, ഇവിടെ ഒന്ന് സെമറ്റിക് മതങ്ങളെ പോലെ അല്ല, ഹിന്ദുയിസം എന്ന് പറയുന്നത് വളരെ വാസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ മഹത്തായ സാഹിത്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന നമ്മുടെ ഇതിഹാസങ്ങളെ അല്ലെങ്കിൽ ഇതിഹാസ കഥാസന്ദർഭങ്ങളെയൊക്കെ ഉപജീവിച്ചാണ്. അതിലെ കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ മലയാളത്തിലെ തന്നെ ഏറ്റവും ഈടുറ്റ സാഹിത്യ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കും. ഭീമസേനനെ MT വാസുദേവൻ നായരുടെ കാഴ്ചപ്പാടിലൂടെ കണ്ടു. അങ്ങനെ കാണാനുള്ള സ്വാതന്ത്ര്യം സ്വാഭാവികമായും ആ ഹിന്ദുയിസത്തിനകത്ത് ഉള്ളത് കൊണ്ടുകൂടിയാണല്ലോ. അല്ലാതെ ഇങ്ങനെ ഈ എഴുതി വെച്ചതുപോലെ എന്നില്ല. അത് നമ്മൾ ഏത് ഭാഷ എടുത്താലും, ഇന്ത്യയിലെ ഏത് ഭാഷ എടുത്താലും, ഇപ്പോൾ ഹിന്ദു ബിംബങ്ങളുടെ തന്നെ വ്യത്യസ്തങ്ങളായും ചിലയിടത്ത് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള പോർട്രയൽസ് കാണാം. അതെന്ന് വെച്ചാൽ ഹിന്ദു വിശ്വാസം അല്ലെങ്കിൽ എന്താ പറയുക, ആ സംസ്കാരം എന്ന് പറയുന്നത് അത് ആ നിലയ്ക്ക് തന്നെ വാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല, നോക്കൂ, ഈവൻ നിരീശ്വരവാദ ദർശനം പോലും ഹിന്ദുയിസത്തിന്റെ ഭാഗമായി ചാർവാക ദർശനം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പ്ലൂറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ പ്ലൂറൽ ആയിട്ടുള്ളൊരു കാര്യത്തെ വളരെ ഏകശിലാത്മകമായി മോണോലിത്തിക്കായി ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയായി കാണുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ശരിക്കും ഞാനിതാ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും ഒരു ഹിന്ദുയിസം എന്ന് പറയുന്നത്, പണ്ട് ദേവദത്ത് പട്നായിക് പറയുന്നുണ്ട്, ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്നതിൻ്റെ അന്വേഷണമാണ് ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്ന അടുത്ത ഹൂ ദ ഹെൽ ആർ യു എന്നുള്ള ചോദ്യമാണ് ഹിന്ദുത്വം എന്നുള്ളത്. ഹിന്ദുത്വം എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. അത് VD സവർക്കർ 1923 ഫോർമുലേറ്റ് ചെയ്ത് പിന്നീട് ആ ധാരയിൽപ്പെട്ട ഫിലോസഫേഴ്സ് ഡെവലപ്പ് ചെയ്തൊരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. അപ്പോൾ അവിടെ ഒരു അതർ ഇല്ലെങ്കിൽ, ഇന്ത്യയിൽ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബഹുസ്വരമായ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണെങ്കിൽ, ഹിന്ദുത്വം എന്നുള്ളത് മുസ്ലിം എന്ന അതറിനെ പ്രതിഷ്ഠിച്ച് അതിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുന്ന ഒരു റൈറ്റ് വിങ് ഐഡിയോളജിയാണ്. അത് തമ്മിലുള്ള വ്യത്യാസം അതിനകത്തുണ്ട്. അപ്പോൾ ആരെങ്കിലും ഹിന്ദുത്വത്തെ വിമർശിക്കുന്നതിൻ്റെ അർത്ഥം ഹിന്ദുയിസത്തോട് അവരെന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതല്ല. ഹിന്ദുയിസം കാലാകാലങ്ങളായി ഇവിടെയുള്ള വളരെ ബഹുസ്വരമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അത് ആ നിലയ്ക്ക് തന്നെ മാധ്യമങ്ങളും അതിനെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ വളരെ ബ്രോഡായിട്ട് പറഞ്ഞതേ മാധ്യമങ്ങളിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു ബിംബങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തെയോ ഒന്നും സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഇവന്റ് നടക്കുമ്പോൾ അതുപോലെ പറയുമെന്നുള്ളതിനപ്പുറത്ത് അങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സമീപനം എടുക്കാറ് പോലുമില്ല. ഈ നേരത്തെ പറഞ്ഞ ഒരു പോളിതീസ്റ്റിക് അല്ലെങ്കിൽ വളരെ ഡിവേഴ്സ് ആയിട്ടുള്ള ഒരു മത സംവിധാനമാണ് ഹിന്ദുയിസം എന്നതുകൊണ്ട് തന്നെ ഇൻഹെറൻ്റ്ലി അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് സാധാരണയാണ്. പക്ഷേ ഏകദൈവ വിശ്വാസങ്ങൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ഹിന്ദുത്വം കഥ പറയുന്ന ആളുകൾ, ഇപ്പം ഹിന്ദുത്വം തന്നെ പലരും പറയുന്നത് ഉണ്ടായത് പുറത്തുനിന്ന് മിഷണറിമാരുടെയും ഒക്കെ
അവരുടെ എല്ലാം എതിരഭിപ്രായങ്ങൾ കൊണ്ടാണ് എല്ലാം ഒരു മോണോലിത്തിക്കായി വരുന്നത് എന്നാണ്. ഇന്ത്യയിലെ നാഷണലിസം തന്നെ ഒരു പരിധിവരെ ഹിന്ദുയിസം അല്ലെങ്കിൽ ഹിന്ദുത്വം ഉപയോഗിച്ച് വളർത്തിയതാണ് എന്ന് പോലും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഇപ്പോൾ വിവേകാനന്ദ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവെ RSS BJP പറയുന്ന ഒരു ഹിന്ദുത്വം മാത്രമല്ല, ഹിന്ദു ആസ് എൻ ഐഡൻറ്റിറ്റി, അല്ലാതെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി മാത്രമല്ല ഞാൻ പറയുന്നത്. അപ്പം അതൊരു പൊളിറ്റിക്കൽ ഫിലോസഫിയായി വളർന്നു വരുന്നത് ഇസ്ലാമിസം വളരുന്ന പോലെയോ അല്ലെങ്കിൽ ഏതൊരു ഒരു മത തീവ്രവാദം വളർന്നു വരുന്ന പോലെ അപകടകരമായ ഒന്ന് തന്നെയാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള മെക്കാനിസം ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും എടുക്കുന്നതിൽ അവർക്ക് പരാജയം ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വസ്തുതയല്ലേ? ഇപ്പോൾ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഇപ്പോൾ ഹിന്ദു വിശ്വാസധാര അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി വരുന്ന സന്ദർഭങ്ങളിൽ ഇപ്പോൾ ബാലഗംഗാധര തിലകനെ പോലെയുള്ള ലാലാ ലജ്പത് റായിയെ പോലെയുള്ള മദൻ മോഹൻ മാളവ്യയെ പോലെയുള്ള എന്തിന് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള ആളുകളിൽ ആ ധാര സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് തികച്ചും സെക്യുലർ ആയിട്ടുള്ള ഒന്നായിരുന്നു. അതാണ് മഹാത്മാഗാന്ധി അത് കൃത്യമായി ഇൻസിസ്റ്റ് ചെയ്തിരുന്നു. തികച്ചും സെക്യുലർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവാണ് അതിൻ്റെ നടുനായത്വം വഹിച്ചിട്ടുള്ളത്, അതിൻ്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിയുടെയൊക്കെ കാലം വരുമ്പോഴേക്ക്. അപ്പോൾ അതിന് മുമ്പുള്ള ഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മുടെ നോക്കൂ, ഇന്ത്യയുടെ നാഷണൽ മൂവ്മെൻറ്റിൽ പലതരത്തിൽ ഭാഗഭാക്കായിട്ടുള്ള ആളുകൾ. ഭഗത് സിംഗ് ഇന്ത്യയുടെ ഈ പറഞ്ഞ നാഷണൽ മൂവ്മെൻറ്റിലെ ഏറ്റവും റവല്യൂഷണറി ആയിട്ടുള്ള നക്ഷത്രം എന്ന് പറയാം. അയാളൊരു എത്തിയിസ്റ്റ് ആയിരുന്നു. എന്തുകൊണ്ട് ഞാനൊരു നിരീശ്വരവാദിയായി എന്നൊരു ലഘുലേഖ തന്നെ ഭഗത് സിംഗ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പല ധാരകളുണ്ടായിരുന്നു. അതേസമയം തികഞ്ഞ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ആ വിശ്വാസധാരയെ മുറുകെ പിടിച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഞാനൊരു സനാതന ഹിന്ദുവാണ് എന്ന് പറഞ്ഞിരുന്ന ആളായിരുന്നു. അതേസമയം തന്നെ അദ്ദേഹം ഒരു ബഹുസ്വരതാവാദി കൂടിയായിരുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിരുന്നു, പ്ലൂറലായിരുന്നു. അതിൽ നിരീശ്വരവാദികളായ ജവഹർലാൽ നെഹ്റുവിനും അതുപോലെ തന്നെ ഭഗത് സിംഗിനും റോളുണ്ട്, വിശ്വാസിയായ മഹാത്മാഗാന്ധിക്ക് റോളുണ്ട്. പക്ഷേ ഈ 1925 മുതൽ വരുന്ന ഈ ഹിന്ദുത്വധാര പക്ഷേ ഒരു ഘട്ടത്തിലും നാഷണൽ മൂവ്മെൻറ്റിന് അനുകൂലമായി നിന്നിട്ടേയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന് അനുകൂലമായി നിന്നിട്ടില്ല എന്നുള്ളതൊരു ചരിത്ര വസ്തുതയാണ്. അത് പല ഘട്ടങ്ങളിൽ അവരെ അങ്ങനെ പേഴ്സുവേഡ് ചെയ്യാൻ ശ്രമിച്ച ഘട്ടങ്ങളിൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്ത്യ ആസ് എ ഹോൾ, നമ്മൾ ഒരു പൗരന്മാർ എന്നുള്ള നിലയിൽ ഇന്ത്യ രൂപം കൊണ്ടത് ഇന്ത്യ എന്ന ജിയോഗ്രഫിക്കൽ ബൗണ്ടറി മാത്രമല്ല, ഇന്ത്യ എന്നുള്ളത് ആശയം കൂടിയാണല്ലോ. ആ ആശയം എന്ന് പറയുന്നത് പ്ലൂറലിസത്തിൻ്റെ ആശയമാണ്. അതിനെ തന്നെയാണ് പിന്നീട് ഇങ്ങോട്ട് വന്ന രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ പ്രതിദാനം ചെയ്തിട്ടുള്ളത്. അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ ജാതി തുടങ്ങിയ പ്രശ്നങ്ങൾ അതിൽ മൂലമായിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ പിന്നെ ഇന്ത്യൻ ജനാധിപത്യം ഒരു രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു 70കൾക്കൊക്കെ ശേഷമാണ് കൂടുതൽ ഡെമോക്രാറ്റൈസ് ചെയ്യപ്പെട്ടതെന്നാണ് പൊളിറ്റിക്കൽ ഫിലോസഫി പറയുന്നത്, അല്ലെങ്കിൽ പല ചിന്തകരും പറയുന്നത്. അതൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതിലൊരു ഘട്ടത്തിൽ ഇപ്പോൾ തീവ്ര ദേശീയത അല്ലെങ്കിൽ ഹിന്ദുത്വം എന്നുള്ള സമീപനം രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് വരികയും രാഷ്ട്രീയ അധികാരം നേടുകയും ചെയ്ത സന്ദർഭമാണ്. എന്നുകരുതി നമ്മുടെ ദേശീയ പൈതൃകമാകെ അങ്ങനെ എന്നില്ല. അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഹിന്ദു സിംബൽസ്, ബിംബങ്ങൾ, ഇപ്പം ദൈവങ്ങൾ മാത്രമല്ല, ഇപ്പം മഹാത്മാഗാന്ധി ഒരു സംരക്ഷകനായിരുന്നു. പശുവിനെ സംരക്ഷിക്കണമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അതിനെപ്പറ്റി പറയുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതൊരു മതപരമായി മാത്രമല്ല, അത് പൊളിറ്റിക്കലായി പോലും അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. അപ്പോൾ കോൺഗ്രസ് ഒരു ഭാഗത്ത് ഒരു കാലത്ത് ഇന്നും പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പശു സംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസ് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ മണ്ടത്തരങ്ങളല്ലേ? ഒന്ന് ഗാന്ധിജി ഗോസംരക്ഷകനായിരുന്നു, അല്ലെങ്കിൽ ഗോസംരക്ഷണം വേണം എന്ന് പറയുന്ന ആളായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരിക്കലും പശുവിൻ്റെ പേരിൽ ആരെയും തല്ലിക്കൊല്ലണം എന്ന് കരുതിയ ആളെ ആയിരുന്നില്ല. അങ്ങനെയാണല്ലോ, അതാണല്ലോ അവിടെ വിമർശന വിധേയമാണ്. അല്ലാതെ ഒരാൾക്ക് പശുവിനോടുണ്ടാകുന്ന സ്നേഹം അല്ലെങ്കിൽ പശു വിശുദ്ധ മൃഗമാണെന്ന് ഒരാൾ കരുതുന്നുണ്ട്, അതിൽ അപാകമുണ്ട് എന്നെനിക്ക് അഭിപ്രായമില്ല. പക്ഷേ എന്ന് കരുതി പശുവിൻ്റെ പേരിൽ ഒരാളെ അല്ലെങ്കിൽ പശുവിനെ കടത്തിയെന്നോ ഫ്രിഡ്ജിൽ വെച്ചു എന്നോ ഒക്കെ ആരോപിച്ച ആളുകളെ തല്ലിക്കൊല്ലുമ്പോഴാണല്ലോ ഈ പ്രശ്നം. പിന്നെ മഹാത്മാഗാന്ധി ഈ പറഞ്ഞ സിംബൽസിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം പല സിംബൽസിനെ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കൂ, ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ തുർക്കിയിലെ ഖലീഫയുടെ ഭരണം അല്ലെങ്കിൽ ഒട്ടോമൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി ബ്രിട്ടൻ അവിടെ ഒരു കോളനി സ്ഥാപിച്ചതിനെ തുടർന്ന് ആ വിഷയം മുസ്ലിങ്ങളെ അത് ദേശീയ മുഖ്യധാരയിലേക്ക് കൂടുതൽ തീവ്രമായി അടുപ്പിക്കാനുള്ള അവസരമാക്കിയിട്ടാണ് ഗാന്ധിജി ഉപയോഗിക്കുന്നത്. അങ്ങനെയാണല്ലോ ഖിലാഫത്ത് പ്രസ്ഥാനം പോലും ഉണ്ടാവുന്നത്. കേരളത്തിൽ അങ്ങനെയാണ് അതിൻ്റെ ക്യാമ്പയിന് വേണ്ടിയിട്ട് കോഴിക്കോട് വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഗാന്ധിജി ഒരു ഘട്ടത്തിൽ, അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ ഗാന്ധിജി തൻ്റെ അനുയായികളോട്, അതായത് അവസാന കാലഘട്ടത്തിൽ
ബംഗാളിൽ വലിയ വർഗീയ സംഘർഷം നടക്കുന്നു, ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാകുന്നു, ജിന്നയുടെ ഡയറക്റ്റ് ആക്ഷൻ ആഹ്വാനത്തെ തുടർന്ന് ബംഗാൾ വലിയ തോതിൽ കലുഷിതമാകുന്ന ഘട്ടത്തിൽ ആ കലാപഘട്ടത്തിൽ ഗാന്ധിജി ചെന്നിറങ്ങിയിട്ട് സ്വന്തം അനുയായികളെ കൊണ്ട് അദ്ദേഹം അല്ലാഹു അക്ബർ വിളിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വശത്തുള്ള മനുഷ്യരെ പാസിഫൈ ചെയ്യുക, നമ്മൾ ഒന്നാണ് എന്ന സെൻസ് ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പം ഗാന്ധിജിയാണല്ലോ നമ്മുടെ രാഷ്ട്രപിതാവ്. ഗാന്ധിജി പല സിംബൽസ് പല ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ പശ്ചാത്തലങ്ങളുണ്ടായിരുന്നു. അത് സങ്കുചിത രാഷ്ട്രീയ നേട്ടങ്ങൾക്കോ കേവല ലാഭത്തിനോ വേണ്ടിയിട്ടേ ആയിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം. നേരത്തെ പറഞ്ഞ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന പല നിരീശ്വര പ്രസ്ഥാനങ്ങളും ഗാന്ധിജിയെ ഈ ഒരു കാര്യത്തിൽ പ്രതികൂട്ടിലാണ് കാണുന്നത്. മതത്തിൻ്റെ സിംബൽസിനെ ഉപയോഗിച്ചത് കൊണ്ട് നെഹ്റുവിൻ്റെ രീതിയിൽ നിന്ന് വ്യത്യാസമായിട്ട് അതിൻ്റെ ഫലങ്ങൾ പലതും ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും, അല്ലെങ്കിൽ കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ട് റിലീജിയസ് ഐഡൻറ്റിറ്റീസായി വളർന്നതിൻ്റെ പ്രതിഫലനമാണ് പിന്നീട് പാകിസ്ഥാൻ ഉണ്ടായതുപോലും എന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം? സത്യത്തിൽ അത് വസ്തുതയില്ലാത്തൊരു ആരോപണമാണ്. ഈ പാകിസ്ഥാൻ വാദത്തിന് പിന്നിൽ മുഹമ്മദ് അലി ജിന്നയുടെ വ്യക്തിപരമായ പൊളിറ്റിക്കൽ അംബീഷൻസും ഒരു കാരണമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പറഞ്ഞ ദ്വിരാഷ്ട്ര വർത്തമാനങ്ങളൊക്കെ അങ്ങനെ 1937 VD സവർക്കർ ഈ പറഞ്ഞ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് രാഷ്ട്രമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. 40-ലാണ് മുസ്ലിം ലീഗിൻ്റെ പാകിസ്ഥാൻ പ്രമേയം വരുന്നത്, ഫസലുൽ ഹക്ക് പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിക്കുന്നത്. അതിൽ വിഭജനം ഒഴിവാക്കാൻ അവസാന നിമിഷം വരെ പെയിൻ എടുത്തിട്ടുള്ള ആളാണ് മഹാത്മാഗാന്ധി കോൺഗ്രസിലെ സ്വന്തം സഹപ്രവർത്തകരെ പോലും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇത് പറ്റില്ല, ഈ രാജ്യത്തെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്ത ആളാണ്. പക്ഷേ ആത്യന്തികമായി അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിജിയുടെ നിലപാടുകൾ കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് രണ്ടായത് എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. എന്ന് മാത്രമല്ല, ഈ വിഭജനം ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നതിന് മുമ്പ് 1905 തന്നെ സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഗാന്ധിജിയെ പോലെയുള്ള നെഹ്റുവിനെ പോലെയുള്ള നേതാക്കളില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 30കളിൽ തന്നെ കുറച്ചുകൂടി രൂക്ഷമായ അവസ്ഥയിലേക്ക് ഈ വിഷയം വന്നേനെ എന്നാണ് എനിക്ക് എൻ്റെ പരിമിതമായ അറിവിൽ തോന്നുന്നത്. അല്ലാതെ ഗാന്ധിജി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം റിലീജിയസ് സിംബൽസിനെ ഉപയോഗിച്ചതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായതായിട്ടുള്ള ധാരണ തെറ്റാണ്. ജനാധിപത്യവും സ്വാതന്ത്ര്യവും കുറേയൊക്കെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ടോ?